ഇനി നമുക്ക് 1-ാം ക്ലാസ്സിലെ മാത്സിലെ 1-ാമത്തെ പാഠം നോക്കാം. തിത്തിരി കിളിയും ചങ്ങാതിമാരും. ഈ പേജിൽ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്? അമലും ഇമയും നിൽക്കുന്നുണ്ട്. പിന്നെയോ ഒരുപാട് കൂട്ടുകാരെ കാണുന്നുണ്ടല്ലേ? ആരെല്ലാമാണ്? കോഴിയമ്മയും മക്കളും, കോഴിമുട്ടയുണ്ട്, താറാവും കുഞ്ഞുങ്ങളുമുണ്ട്, പശുവും പശുക്കിടാവുമുണ്ട്, നായ്ക്കുട്ടിയും കുഞ്ഞുങ്ങളുമുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? നായ്ക്കുട്ടിയുടെ കൂടെ 5 കുഞ്ഞുങ്ങളുണ്ടല്ലേ? പിന്നെയോ കാക്ക കൂട് വെച്ച് മുട്ടയ്ക്ക് ഇടയെടുത്തിരിക്കുന്നുണ്ട്. എത്ര മുട്ടയുണ്ട് അതിനകത്ത്? എണ്ണി നോക്കൂ. ഇനിയോ ഒരു തത്ത പാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിതിനകത്ത് കാണാമല്ലേ? ഇനിയോ അടുത്ത പേജ് എടുക്കൂ. നമുക്കൊന്ന് നോക്കാം. എന്താ മരത്തിലിരുന്നുകൊണ്ട് പറയുന്നേ? ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. നോക്കാം. കാ കാ കാ. പുറത്തു കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. അതാ മരപ്പൊത്തിലൊരു കിളി. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം. ആരാ? അമൽ പറയുകയാണ്. അതാ മരപ്പൊത്തിലൊരു കിളി. മരപ്പൊത്തിലെ കിളിയുണ്ട്. കാക്കകളൊക്കെ പുറത്ത് കരഞ്ഞ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് പാവം പേടിച്ച് കണ്ടോ മരപ്പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇമ എന്താ പറയുന്നേ? ഇമ പറയാണ് നമുക്കതിനെ അതിൻ്റെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം എന്നാണ് പറയുന്നത്. ഇനിയും ഒരുപാട് കാക്കകളുണ്ടല്ലേ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എണ്ണി നോക്കിയാലോ? എത്ര കാക്കകളുണ്ട്? മൊത്തം എത്ര കാക്കകളുണ്ട്? ഒന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 കാക്കകളുണ്ടല്ലേ? എത്ര പേരാണ്? മരത്തിൽ കണ്ടോ 3 പേരിയ്ക്കുന്നുണ്ട്. പിന്നെയോ തറയിൽ എത്ര പേരുണ്ട്? എത്ര പേരാണ് തറയിൽ? 2 പേര് തറയിലിരിക്കുന്നുണ്ട്. പിന്നെ പറന്ന് നടക്കുന്നതോ? പറന്ന് നിൽക്കുന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പോൾ മൊത്തം എത്ര പേരായി? 4ഉം 3ഉം 2ഉം 9 പേര്. 9 കാക്കകളുണ്ടല്ലേ അവിടെ? ഇങ്ങനെ എണ്ണി നോക്കണേ. എല്ലാം എണ്ണി നോക്കി എണ്ണി പഠിക്കണം കേട്ടോ. ഇനിയോ ഇതിലെന്താ പറയുന്നേ? കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. കിളിക്കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത് അമൽ. അതെ, ശരിയാ. ഇവൾക്ക് ഒരു പേര് വേണ്ടേ? തിത്തിരി എന്ന് വിളിക്കാം. അങ്ങനെ ഇമ അതിനെന്ത് പേരിട്ടു? ആ കിളിക്കുഞ്ഞിന് തിത്തിരി എന്ന് പേരിട്ടു. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. കിളിക്കുഞ്ഞിനെ അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയതായിരുന്നു. പക്ഷേ ലാലിപ്പൂച്ചയോ ആ കിളിക്കുഞ്ഞിനെ കണ്ട് കൊതി പിടിച്ച് അതിനെ പിടിക്കാൻ വേണ്ടി പമ്മി പമ്മി എത്തിയിട്ടുണ്ട് അവിടെ. ഇനിയോ പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പൂച്ചയെ കണ്ടതും അമൽ ഒരു വടിയുമായി ഓടിയെത്തി. പോ പൂച്ചേ. അയ്യോ, തിത്തിരിയെ കാണുന്നില്ല. അങ്ങനെ പൂച്ചയെ ഓടിച്ചപ്പോഴേക്കും എന്ത് മനസ്സിലാക്കി? തിത്തിരിയെ അവിടെ എങ്ങും കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. എവിടൊക്കെ നടന്നു അവര്? അലമാരയുടെ മുകളിൽ ഇല്ല. അലമാരയുടെ മുകളിലെല്ലാം നോക്കി, അവിടെ ഇല്ല. മുകളിൽ എന്നത് കണ്ടോ? ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കണേ അത്തരം വാക്കുകൾ. ഇനിയോ കട്ടിലിൻ്റെ താഴെ ഇല്ല. കട്ടിലിന് താഴെ നോക്കി, അവിടെയും ഇല്ല. പിന്നെയോ സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല. സോഫയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും നോക്കി 2 സ്ഥലത്തും ഇല്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. അങ്ങനെ കളിവീടിൻ്റെ അകത്ത് നോക്കൂ. കിട്ടിപ്പോയി. വീടിൻ്റെ അകത്തുണ്ട്. എവിടെയാണ് തിത്തിരി കുഞ്ഞ് ഒളിച്ചിരിക്കുന്നത്? കളിവീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ തിത്തിരി എന്താ പറയുന്നത്? എനിക്ക് അമ്മയെ കാണണം. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഇമ പറഞ്ഞു അല്ലേ? അപ്പോൾ കുഞ്ഞിന് സമാധാനമായി കാണല്ലേ? തിത്തിരി പൂച്ചയോട് ചോദിച്ചു. തിത്തിരി പൂച്ചയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ? എനിക്ക് 2 മക്കൾ, നിന്നെപ്പോലെ അല്ലല്ലോ. അപ്പോൾ പൂച്ച എന്താ മറുപടി പറഞ്ഞ്? പൂച്ചയോട് ചോദിക്കുക, നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പോൾ പൂച്ച പറഞ്ഞു, എന്ത്? എനിക്ക് 2 മക്കളാണ്, അത് നിന്നെപ്പോലെ അല്ലല്ലോ കാണാൻ. അപ്പം നീ എൻ്റെ കുഞ്ഞല്ല. അങ്ങനെ അവർ പശുവിൻ്റെ അടുത്തെത്തി. നിങ്ങളാണോ എൻ്റെ അമ്മ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. പശു പറയാണ്, എനിക്കാകെ ഒരു കുഞ്ഞേ ഉള്ളൂ, നീ എൻ്റെ കുഞ്ഞല്ല. കണ്ടോ? 1 ഇവിടെ സൈഡിൽ എഴുതിയിരിക്കണ കണ്ടോ? 1 കണ്ടില്ലേ? ഇത് ഇവിടെ 2. ഇതെല്ലാം നോട്ട് ചെയ്യണേ. ഇനിയോ വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും. പട്ടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിങ്ങൾ എൻ്റെ അമ്മയാണോ? തിത്തിരി ചോദിച്ചു. അപ്പം എന്താ പറയുന്നത്? എനിക്ക് 5 മക്കൾ. നോക്കൂ,
നിന്നെ പോലെയാണോ? കണ്ടോ 5 ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? നന്നായി ശ്രദ്ധിച്ച് ഇതെല്ലാം 1, 2, 5 ഇതെല്ലാം പഠിക്കണം കേട്ടോ. അപ്പോൾ പട്ടിയും എന്തു പറഞ്ഞു? നിന്റെ അമ്മ ഞാനല്ല എന്ന് പറഞ്ഞു. ഇനിയോ? ഇനി എന്തു ചെയ്യും? അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. അങ്ങനെ കോഴിയുടെ അടുത്തും ചെന്നു. ഇത് നിന്റെ കുഞ്ഞാണോ? ഇമ്മ ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞത്? എനിക്ക് 4 പേർ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ. എനിക്ക് 4 കുട്ടികളാണ്. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ. അതുകൊണ്ട് ഇതെൻ്റെ കുഞ്ഞല്ല. അവർ കാക്കക്കൂടിനടുത്തെത്തി. അങ്ങനെ കാക്കയുടെ അല്ലേ അടുത്തെത്തി. അപ്പോഴോ ഈ കുഞ്ഞ് നിൻ്റെയാണോ? ഇമ്മ ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞ്? എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. മുട്ടയ്ക്ക് അട ഇരിക്കുകയാണ് കാക്ക. കാക്ക എന്താ പറഞ്ഞ? മുട്ടകളൊന്നും വിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുഞ്ഞായില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ അവർക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയോ ഇവിടെ ഇനി എന്താ കാണുന്നത്? 4 എന്നെഴുതിയത് കണ്ടു, 3 എന്നെഴുതിയതും കണ്ടു. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പേജിൽ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി എഴുതൂ. ഓരോന്നും എണ്ണി എഴുതാനാണ് പറയുന്നത്. അവിടെ തന്നെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ നിങ്ങൾ പെൻസിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വളരെ വ്യക്തമായി എഴുതിയാൽ മതി കേട്ടോ. 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുകളിലൂടെ 1. ഇവിടെയോ താറാവ് കുഞ്ഞുങ്ങൾ എത്രയാണ്? 4 അല്ലേ? 1, 2, 3, 4 4 എന്ന് എഴുതുക. പിന്നെയോ പട്ടി കുഞ്ഞുങ്ങൾ എത്രയാണ്? 1, 2, 3, 4, 5 5 ഉണ്ട്. അവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി പൂച്ച കുഞ്ഞുങ്ങളോ? 1, 2 2. ഇനി കാക്ക കുഞ്ഞുങ്ങളോ? 1, 2, 3 3 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം അത് നേരെ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതിയിട്ടുള്ളതാണ് താഴെ. 1, 2, 3, 4, 5. ഇനി നിങ്ങളും അതേപോലെ താഴെ കാണുന്ന ഈ ബോക്സിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ എഴുതി വെക്കണം. 2, 3, 4, 5. ആദ്യം നിങ്ങൾ ഈ ഡോട്ടിട്ട് അതിന് മുകളിലൂടെ എഴുതി വൃത്തിയായി എഴുതുക. അതിന് ശേഷം നിങ്ങൾ നേരെ എഴുതുക. എന്നിട്ട് ഒരു സ്ലേറ്റിലോ നോട്ട്ബുക്കോ എടുത്ത് വളരെ നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അങ്ങനെ അമലിനും ഇമയ്ക്കും തിത്തിരിക്ക് അമ്മയെ കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുകയാണ്. ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. അവർ പാടി. അങ്ങനെ അവൾക്ക് ചിത്രപുസ്തകമൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരൊരു പാട്ട് പാടി. ആ പാട്ട് നമുക്കും പാടാം. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ നമുക്കും സംഖ്യ പഠിക്കാം ഈ പാട്ടിലൂടെ. ഒന്ന് പാടിയാലോ? 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. ഒന്നുകൂടി പറയാം. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി. 2 2 2. 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി. 2 2 2. 3-ാം താളിൽ എന്തുണ്ട്? 3-ാം താളിൽ 3 തത്ത. 3 3 3. 3-ാം താളിൽ എന്തുണ്ട്? 3-ാം താളിൽ 3 തത്ത. 3 3 3. 4-ാം താളിൽ എന്തുണ്ട്? 4-ാം താളിൽ 4 മൂങ്ങ. 4 4 4. 4-ാം താളിൽ എന്തുണ്ട്? 4-ാം താളിൽ 4 മൂങ്ങ. 4 4 4. 5-ാം താളിൽ എന്തുണ്ട്? 5-ാം താളിൽ 5 മാങ്ങ. 5 5 5. 5-ാം താളിൽ എന്തുണ്ട്? 5-ാം താളിൽ 5 മാങ്ങ. 5 5 5. ഇനി ഇത് നമ്മൾ 5 വരെ നന്നായി വീണ്ടും എഴുതാൻ പഠിച്ചല്ലോ അല്ലേ? 5 വരെ എഴുതാൻ പഠിച്ചതിന് ശേഷം നമുക്ക് വിരൽ വെച്ച് ചിത്രങ്ങൾ വരയ്ക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ? വിരൽ ഇങ്ങനെ കൈ നേരെ വെക്കുക. എന്നിട്ട് കണ്ണും കാലും ഒക്കെ വരച്ച് ചിത്രങ്ങൾ വരയ്ക്കുക. അതേപോലെ ഇവിടെയുമൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കൈ വയ്ക്കുക. എന്നിട്ട് ചായത്തിൽ മുക്കി കൈ വെച്ചിട്ട് ഓരോ ചിത്രങ്ങളുണ്ടാക്കി വരയ്ക്കുക. നിങ്ങൾക്ക് കഴിയില്ലേ? വളരെ രസകരമാണല്ലേ? നിങ്ങളുടെ നല്ല രസമായിട്ട് ചെയ്യണേ. ഇനി അടുത്തത് എന്താ പറയുന്നത്? പുഴുവിനെ വരയ്ക്കാം.
5 വരെ എണ്ണം ക്രമമായി എഴുതാം. പുഴുവിനെ വരച്ചുകൊണ്ട് 5 വരെ ഇങ്ങനെ കറക്റ്റായിട്ട് പുഴുവിനെ വരച്ച് എഴുതുക. താഴെ ഇങ്ങനെ പുഴുവിനെ നിങ്ങൾ വളരെ നന്നായി വരച്ച് 2, 3, 4, 5 ഇവിടെയൊക്കെ പുഴുവേണേ. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ 2, 3, 4, 5 അങ്ങനെ എഴുതി വരച്ച് എഴുതണേ. നിങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുമല്ലോ അല്ലേ? ഇനി നോക്കൂ, പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലേ? കാരണം നോക്കൂ, താറാവുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ട്, കോഴിയുണ്ട്, കോഴിയമ്മയും മക്കളുമുണ്ട്, കുറേ പൂക്കളുണ്ട്, അമലുണ്ട്, ഇമയുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് പറഞ്ഞാലോ? താറാവും കുഞ്ഞുങ്ങളും. താറാവും 5 കുഞ്ഞുങ്ങളും ഉണ്ട് അതിനകത്തല്ലേ? പിന്നെയോ കോഴിയും എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4 കുഞ്ഞുങ്ങളും കോഴി 4 കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? ഇനി നമുക്ക് താഴെ പറയുന്നതൊന്ന് നോക്കാം. കൂട്ടം കൂട്ടിയാൽ. ഒന്ന് നോക്കൂ, ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. ഈ ചിത്രം നോക്കിയിട്ട് ഇവിടെ താഴെ കാണുന്ന ഓരോന്നിനും നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? എന്താ? അമ്മ താറാവിൻ്റെ മുന്നിൽ ഒരു ചതുരമാണ്. എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. എത്ര കുഞ്ഞാണുള്ളതെന്ന് നിങ്ങളിവിടെ എഴുതണം. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്രയാണ് കുഞ്ഞുള്ളത്? അമ്മ താറാവിൻ്റെ മുന്നിൽ ഒന്ന് നോക്കൂ. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണ്? ഇതാ 2 കുഞ്ഞുങ്ങൾ അല്ലേ? അപ്പം നിങ്ങളിവിടെ 2 എന്ന് എഴുതണം. ഇനിയോ പിന്നിൽ എത്ര കുഞ്ഞുങ്ങളാ? 3 അല്ലേ? പിന്നിൽ അല്ലേ? ഇതാ പിന്നിൽ ഇതാണ്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളാണ്? 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിവിടെ 3 എന്ന് എഴുതണം. അങ്ങനെയെങ്കിൽ 2ഉം 3ഉം എത്രയാണ്? 5ആണ്. 2ഉം 3ഉം തമ്മിൽ അല്ലേ? ഇനി നോക്കൂ, 1, 2, 3, 4, 5. 2ഉം 3ഉം എത്രയാണ്? 5ആണ്. നമുക്ക് കിട്ടി. ഇനി അടുത്തതോ? 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി, 1 പിന്നിലായി. കണ്ടോ? നോക്കൂ, ഇവിടെയാണ് അതുള്ളത്. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. ഇവിടെ കണ്ടില്ലേ? ഈ ചിത്രത്തിൽ കാണാം 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. അപ്പോഴെന്തായി? ഒരു കുഞ്ഞ് മാത്രം പിന്നിലായി. അങ്ങനെയെങ്കിൽ മുന്നിൽ എത്ര എണ്ണമുണ്ട്? മുന്നിൽ എത്ര എണ്ണമാണ്? മുന്നിൽ 2 കുഞ്ഞ് തന്നെ. ഒപ്പം എത്ര കുഞ്ഞായി? ഇതാ ഒപ്പം 2 കുഞ്ഞ് തന്നെ. പിന്നിൽ എത്ര കുഞ്ഞാണ്? 1 കുഞ്ഞാണ് പിന്നിലുള്ളത്. അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ? എങ്ങനെയാണ്? എങ്ങനെ കൂട്ടാം? മുന്നിലുള്ള 2, ഒപ്പമുള്ള 2, പിന്നിലുള്ള 1 എല്ലാം കൂടി കൂട്ടിയാലും എത്ര തന്നെ? 1, 2, 3, 4, 5. ചിത്രത്തിൽ നോക്കി എണ്ണിയാൽ നമുക്കറിയാം എത്രയാണ്? 5 തന്നെയാണ് ഉത്തരം. ഇനിയോ? അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന ഈ 2 കുഞ്ഞുങ്ങളില്ലേ? ഇവിടെ നമ്മൾ കണ്ടല്ലോ, അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന ഈ 2 കുഞ്ഞുങ്ങളും മുന്നിലെത്തി. അമ്മത്താറാവിൻ്റെ മുന്നിലെത്തി. അങ്ങനെയെങ്കിൽ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളായിപ്പോൾ? 4 കുഞ്ഞുങ്ങളായല്ലേ? ആദ്യത്തെ 2 ഇവരും കൂടി മുന്നിലെത്തിയപ്പോൾ 4 കുഞ്ഞുങ്ങളായി. പിന്നിൽ ഒരൊറ്റ കുഞ്ഞ് മാത്രം, 1 കുഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇവിടെ 4ഉം 1ഉം ചേർന്നാലും എത്ര തന്നെയാണ്? 5 കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ? ഇതിങ്ങനെ വൃത്തിയിൽ എഴുതി മനസ്സിലാക്കണേ. അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. അങ്ങനെ അമലും ഇമയും തിത്തിരിയും കൂടി പൂന്തോട്ടത്തിലെത്തി. അവിടെയോ ഒരുപാട് പൂക്കൾ കാണാമല്ലേ? ഇനി നമുക്ക് ആ പൂക്കളെല്ലാം എണ്ണി എഴുതാം. അതാണ് ഇവിടെ താഴെ എണ്ണാം എഴുതാം. നമുക്കൊന്ന് എണ്ണി എഴുതാം. എന്താണ്? ആദ്യത്തെ പൂവ് ഏതാണിത്? ശംഖുപുഷ്പം. ശംഖുപുഷ്പം എത്ര എണ്ണാണുള്ളത്? 1, 2, 3, 4. ശംഖുപുഷ്പം 4ആണുള്ളത്. ഇനിയോ? വെള്ള കളറിൽ എന്താണ്? വെള്ളത്തിൽ വെള്ളാമ്പലാണല്ലേ? വെള്ളാമ്പൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. വെള്ളാമ്പൽ 5ആണുള്ളത്. പിന്നെയോ? ചെമ്പരത്തി. ചെമ്പരത്തി എത്ര എണ്ണ? 1ആണുള്ളത് അല്ലേ? പിന്നെയോ? ഓറഞ്ച് നിറത്തിൽ എന്താ നിൽക്കുന്നത്? ചെണ്ടുമല്ലിയാണല്ലേ? ചെണ്ടുമല്ലി എത്ര എണ്ണം ഉണ്ട്? 1, 2. ചെണ്ടുമല്ലി 2ആണുള്ളത്. പിന്നെ ആരാണ്? മുക്കുറ്റി പൂവാണ്. മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റി. എത്ര എണ്ണം ഉള്ളത്?
1, 2, 3 3 മുക്കുറ്റിപ്പൂവുമാണ് ഉള്ളത് അല്ലേ? ഇതെല്ലാം എഴുതി വെക്കണേ. 3 മുക്കുറ്റിയാണുള്ളത്. ഇനി നമുക്ക് പാടാം അല്ലേ? പാടി രസിക്കാം. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. എഴുതൂ 1. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. ഇനി ഇതെല്ലാവരും നന്നായി പാടി പഠിക്കണേ. ഇനി കളിക്കൂട്ടുകാർ എത്തി. റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇമ പറയുകയാണ് നമുക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ തിത്തിരി കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ടു നോക്കട്ടെ. അപ്പോൾ റയാന് കാണാൻ കഴിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? തിത്തിരിയെ തൊട്ടു നോക്കുകയാണ് ഒന്ന്. എന്നിട്ട് പറയാണ്, അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. നല്ല മിനുസം. റയാൻ പറഞ്ഞു. തൊട്ടപ്പോൾ എന്താ പറഞ്ഞത്? നല്ല മിനുസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുഞ്ഞു കിളികളെ തൊടുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? നല്ല മിനുസം ഉണ്ടാവാറുണ്ടല്ലേ? നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ? പിന്നെ അതെല്ലാം കഴിഞ്ഞ് അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. അങ്ങനെ അവർ കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടുവന്നു. എന്നിട്ടോ ഒരേപോലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം അവർ ഇങ്ങനെ കൂട്ടം കൂട്ടമാക്കി വെച്ചു. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ്? എണ്ണി എഴുതൂ. അതിനകത്ത് നോക്കിയിട്ട് എണ്ണി എഴുതണം. ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത്. ഏതൊക്കെയാണ്? പമ്പരമുണ്ട്. പമ്പരം എത്ര എണ്ണമാണ് ഇതിനകത്തുള്ളത്? എണ്ണി നോക്കൂ. പമ്പരമുള്ളത് 2 പമ്പരം. ഇനിയോ കളിവണ്ടി എത്ര എണ്ണമാണുള്ളത്? അതും 2. ചെണ്ടയോ? ഒരേ ഒരു ചെണ്ട മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെയോ വിസിൽ എത്ര എണ്ണമാണുള്ളത്? എത്ര വിസിലുണ്ട്? ഇവിടെ 3, അവിടെ 2. അപ്പം അങ്ങനെ 5 വിസിലുണ്ട്. ബാറ്റോ? എത്ര ബാറ്റുണ്ട്? എണ്ണി നോക്കൂ. ബാറ്റ് 2 എണ്ണാണുള്ളതല്ലേ? ഇനിയോ റോബോട്ട് 2, പന്ത് 3. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടം? ഏത് കളിപ്പാട്ടമാണ് എണ്ണാത്തത്? പാവയാണല്ലേ? നമ്മളെ എണ്ണാത്തത് ഏതാണ്? പാവയാണ്. എത്ര എണ്ണമുണ്ട് പാവ? 4 എണ്ണം. പാവ 4 എണ്ണം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത് എന്ന് നിങ്ങൾ ടീച്ചറോട് പറഞ്ഞ് എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത് എന്ന് ചെക്ക് ചെയ്യണേ. തൊട്ടു നോക്കി എഴുതാം. 1 എന്ന് എങ്ങനെ എഴുതും? അതിനൊരു പാട്ടുണ്ട്. എങ്ങനെയാണ് ആ പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ? 1 എന്നെങ്ങനെ എഴുതാം, 1 എന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഒന്നുകൂടി പാടാം. 1 എന്നെങ്ങനെ എഴുതാം, 1 എന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. കുഞ്ഞുണ്ണി എഴുതിയതാണ്. മനസ്സിലായോ? 1 എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന്? 1 എങ്ങനെ എഴുതാം. അപ്പോൾ പറയാണ് 1 ഇങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഇനിയോ 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. ഇമേ ഇപ്പോൾ മനസ്സിലായി.
റയാൻ മണൽ കടലാസിലൂടെ വിരലോടിച്ചു. എന്നിട്ട് 2 എന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായത് നോക്കാം. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്നു നോക്കി. മോളെ, ഇതാ നിന്റെ അമ്മ. അമ്മേ. അപ്പോഴാണ് പുറത്തുനിന്നൊരു കിളിയുടെ സൗണ്ട് കേട്ട് കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് വന്ന് നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മയാണെന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ആരാണ്? അമലും ഇമയും പറയാണ്, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മോളേന്ന് ഉറക്കെ വിളിക്കുകയാണ് കിളി കേട്ടോ, പുറത്തിരുന്നിട്ട്. അങ്ങനെ അവർക്ക് പരസ്പരം കണ്ടുമുട്ടി. തിത്തിരി കിളി മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം ട്ടോ, ടാറ്റ. നാളെ വരാം എന്നും പറഞ്ഞുകൊണ്ട് തിത്തിരി ആരുടെ കൂടെ പോയി? അമ്മയുടെ കൂടെ പോയി. പക്ഷേ അവൾ അമലിനോടും ഇമയോടുമെല്ലാം നല്ല കൂട്ടായി അപ്പോഴേക്കും. ഇനിയോ, ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ. ഓരോ പൂവിലും എത്ര സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയ സംഖ്യകളൊന്ന് നോക്കൂ. അതായത് കണ്ടോ, ഇതിനകത്ത് 2, 5, 4, 3 അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണം? ഈ സംഖ്യകൾ നോക്കിയതിന് ശേഷം അത്രയും എണ്ണം ഇലകൾ വരയ്ക്കുക. ഇവിടെ 2 എന്നാണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ 2 ഇലകളാണുള്ളത്. ഇനിയോ, ഇവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിവിടെ 5 ഇലകൾ വരയ്ക്കണം. ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്, 4 ഇലകൾ വരയ്ക്കണം. ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ട്, 3 ഇലകൾ വരയ്ക്കണം. അങ്ങനെ എത്രയാണോ എഴുതിയിട്ടുള്ളത് അത്രയും തന്നെ ഇലകൾ നിങ്ങൾ വരയ്ക്കണം. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ഇലകൾ വരച്ച് ചേർക്കണം കേട്ടോ. 3-ന് 3 എന്നും 5-ന് 5 എന്നും 4-ന് 4 ഇലകളും നിങ്ങൾ വരച്ച് ചേർക്കണേ. വളരെ ഭംഗിയായി വരയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കൂ. ഈ ഓരോ കൂട്ടങ്ങളും നിങ്ങൾ ആദ്യം എണ്ണി നോക്കുക. ഓരോ കൂട്ടത്തിലും ആദ്യത്തെ കൂട്ടത്തിൽ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4 4 ഉണ്ട്. രണ്ടാമത്തെ കൂട്ടത്തിലോ 1, 2, 3, 4 5 എണ്ണമുണ്ട്. ഇനി ഈ കൂട്ടത്തിലോ 1, 2, 3, 4 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഒരേപോലെ ഈ കൂട്ടവും എത്രയാണ്? 4 എണ്ണമുള്ള കൂട്ടങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഇവയെ തമ്മിൽ വരച്ച് യോജിപ്പിക്കണം. ഇത് തമ്മിലാണ് 4 എണ്ണം ഉള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരേ കൂട്ടങ്ങളുള്ള വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിലും 4ആണ്, ഇതിലും 4 എണ്ണമാണ് ഉള്ളത്. അവയെ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ഇനിയോ, നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. അതായത് ഒരെണ്ണം മാത്രമുള്ളയാൾ, ഒരെണ്ണം മാത്രം ഏതാ? ഇതാ 1 ഈ കളറാണ്. ഇവിടെ ഇതേ കളറിൽ ഈ കിളിക്ക് നിങ്ങൾ കളർ കൊടുക്കണം. ഇനി 2 എണ്ണമുള്ളതിന് നിങ്ങൾ ഏത് കളറാണ് കൊടുക്കണ്ടേ? 2 പച്ചയാണല്ലേ, പച്ച നിറം വേണം ഈ 2 കിളികൾക്കും കൊടുക്കാം. ഇവർക്കോ 3 എന്നുള്ളത് ഇതാണ്. ഈ 3-നോ നമ്മൾ ചുവപ്പ് നിറം കൊടുക്കണം. 4-ന് ഇതാ ഈ നീല നിറമാണ് 4 കിളികൾക്ക് കൊടുക്കേണ്ടത്. ഇനിയോ, ഈ 5 കിളികൾക്കോ ഇതാ ഈ നീല, ആകാശനീല പോലത്തെ ഈ കളറാണ് നിങ്ങൾ ഈ 5 കിളികൾക്കും നിങ്ങൾ നൽകേണ്ടത്. ഒന്ന് നിറം കൊടുക്കില്ലേ? നിങ്ങൾ ഇങ്ങനെയാണോ അവയ്ക്ക് നിറം കൊടുത്തിട്ടുള്ളത്? അല്ലേ? വളരെ ഭംഗിയായി നിറം കൊടുക്കണേ. ഇനിയോ, താഴെ കൊടുത്ത ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഏത് നിറമാണ് കൂടുതൽ? ഇതിലേത് നിറമാണ് കൂടുതലുള്ളത്? ഏതാണ്? നീല അല്ലേ? നീല നിറമാണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ് നീല നിറം? ഇതാ ഇവയല്ലേ നീല നിറം? 5. ഇനി വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതൂ. നേരത്തെ നമ്മൾ 1, 2, 3, 4, 5 എന്നെഴുതി ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാൻ. അതായത് ഇതെങ്ങനെയാണ്? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്കാണ്. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇങ്ങോട്ട് എഴുതുക. അതായത് 5, 4, 3, 2, 1 എന്നെഴുതുക. നിങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് താഴേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും എല്ലാം എന്താണ് ചെയ്യണം? എഴുതാൻ പഠിക്കണം കേട്ടോ.
എന്നാലേ നിങ്ങൾക്ക് വളരെ നന്നായി കണക്ക് അക്കങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാഠം കഴിയുമ്പോഴേക്കും 1 മുതൽ 5 വരെ വളരെ നന്നായി നിങ്ങൾ എഴുതാൻ പഠിക്കണം. ഒരു നോട്ട്ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ലേറ്റോ എടുത്ത് നിങ്ങൾ നന്നായി 1 മുതൽ 5 വരെ താഴെ എഴുതി നന്നായി പഠിക്കണം കേട്ടോ. ഈ ഒരു പാഠം കഴിയുമ്പോഴേക്കും എങ്ങനെ ചോദിച്ചാലും 5 വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇനി നമുക്ക് 1-ാം ക്ലാസ്സിലെ മാത്സിലെ 1-ാമത്തെ പാഠം നോക്കാം. തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. ഈ പേജിൽ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്? അമലും ഇമയും നിൽക്കുന്നുണ്ട്. പിന്നെയോ ഒരുപാട് കൂട്ടുകാരെ കാണുന്നുണ്ടല്ലേ? ആരെല്ലാമാണ്? കോഴിയമ്മയും മക്കളും, കോഴിമുട്ടയുണ്ട്, താറാവും കുഞ്ഞുങ്ങളുമുണ്ട്, പശുവും പശുക്കിടാവുമുണ്ട്, നായ്ക്കുട്ടിയും കുഞ്ഞുങ്ങളുമുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? നായ്ക്കുട്ടിയുടെ കൂടെ 5 കുഞ്ഞുങ്ങളുണ്ടല്ലേ? പിന്നെയോ കാക്ക കൂട് വെച്ച് മുട്ടയ്ക്ക് ഇടയെടുത്തിരിക്കുന്നുണ്ട്. എത്ര മുട്ടയുണ്ട് അതിനകത്ത്? എണ്ണി നോക്കൂ. ഇനിയോ ഒരു തത്ത പാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിതിനകത്ത് കാണാമല്ലേ? ഇനിയോ അടുത്ത പേജ് എടുക്കൂ. നമുക്കൊന്ന് നോക്കാം. എന്താ മരത്തിലിരുന്നുകൊണ്ട് പറയുന്നേ? ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. നോക്കാം. കാ കാ കാ. പുറത്തു കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. അതാ മരപ്പൊത്തിലൊരു കിളി. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം. ആരാ? അമൽ പറയുകയാണ്. അതാ മരപ്പൊത്തിലൊരു കിളി. മരപ്പൊത്തിലെ കിളിയുണ്ട്. കാക്കകളൊക്കെ പുറത്ത് കരഞ്ഞ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് പാവം പേടിച്ച് കണ്ടോ മരപ്പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇമ എന്താ പറയുന്നേ? ഇമ പറയാണ് നമുക്കതിനെ അതിൻ്റെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം എന്നാണ് പറയുന്നത്. ഇനിയോ ഒരുപാട് കാക്കകളുണ്ടല്ലേ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എണ്ണി നോക്കിയാലോ? എത്ര കാക്കകളുണ്ട്? മൊത്തം എത്ര കാക്കകളുണ്ട്? ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 കാക്കകളുണ്ടല്ലേ? എത്ര പേരാണ്? മരത്തിൽ കണ്ടോ 3 പേരിയ്ക്കുന്നുണ്ട്. പിന്നെയോ തറയിൽ എത്ര പേരുണ്ട്? എത്ര പേരാണ് തറയിൽ? 2 പേര് തറയിലിരിക്കുന്നുണ്ട്. പിന്നെ പറന്ന് നടക്കുന്നതോ? പറന്ന് നിൽക്കുന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പോൾ മൊത്തം എത്ര പേരായി? 4ഉം 3ഉം 2ഉം 9 പേര്. 9 കാക്കകളുണ്ടല്ലേ അവിടെ? ഇങ്ങനെ എണ്ണി നോക്കണേ. എല്ലാം എണ്ണി നോക്കി എണ്ണി പഠിക്കണം കേട്ടോ. ഇനിയോ ഇതിലെന്താ പറയുന്നത്? കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. കിളിക്കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത് അമൽ. അതെ, ശരിയാ. ഇവൾക്ക് ഒരു പേര് വേണ്ടേ? തിത്തിരി എന്ന് വിളിക്കാം. അങ്ങനെ ഇമ അതിനെന്ത് പേരിട്ടു? ആ കിളിക്കുഞ്ഞിന് തിത്തിരി എന്ന് പേരിട്ടു. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. കിളിക്കുഞ്ഞിനെ അവര് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയതായിരുന്നു. പക്ഷേ ലാലിപ്പൂച്ചയോ ആ കിളിക്കുഞ്ഞിനെ കണ്ട് കൊതി പിടിച്ച് അതിനെ പിടിക്കാൻ വേണ്ടി പമ്മി പമ്മി എത്തിയിട്ടുണ്ട് അവിടെ. ഇനിയോ പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പൂച്ചയെ കണ്ടതും അമൽ ഒരു വടിയുമായി ഓടിയെത്തി. പോ പൂച്ചേ. അയ്യോ, തിത്തിരിയെ കാണുന്നില്ല. അങ്ങനെ പൂച്ചയെ ഓടിച്ചപ്പോഴേക്കും എന്ത് മനസ്സിലാക്കി? തിത്തിരിയെ അവിടെ എങ്ങും കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. എവിടൊക്കെ നടന്നു അവര്? അലമാരയുടെ മുകളിൽ ഇല്ല. അലമാരയുടെ മുകളിലെല്ലാം നോക്കി, അവിടെ ഇല്ല. മുകളിൽ എന്നത് കണ്ടോ? ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കണേ അത്തരം വാക്കുകൾ. ഇനിയോ കട്ടിലിൻ്റെ താഴെ ഇല്ല. കട്ടിലിന് താഴെ നോക്കി, അവിടെയും ഇല്ല. പിന്നെയോ സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല. സോഫയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും നോക്കി 2 സ്ഥലത്തും ഇല്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. അങ്ങനെ കളിവീടിൻ്റെ അകത്ത് നോക്കൂ. കിട്ടിപ്പോയി. വീടിൻ്റെ അകത്തുണ്ട്. എവിടെയാണ് തിത്തിരി കുഞ്ഞ് ഒളിച്ചിരിക്കുന്നത്? കളിവീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ തിത്തിരി എന്താ പറയുന്നത്? എനിക്ക് അമ്മയെ കാണണം. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഇമ പറഞ്ഞു അല്ലേ? അപ്പോൾ കുഞ്ഞിന് സമാധാനമായി കാണല്ലേ? തിത്തിരി പൂച്ചയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ
എനിക്ക് 2 മക്കൾ, നിന്നെപ്പോലെ അല്ലല്ലോ. അപ്പോൾ പൂച്ച എന്താ മറുപടി പറഞ്ഞ്? പൂച്ചയോട് ചോദിക്കുക, നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പോൾ പൂച്ച പറഞ്ഞു, എന്ത്? എനിക്ക് 2 മക്കളാണ്, അത് നിന്നെപ്പോലെ അല്ലല്ലോ കാണാൻ, അപ്പം നീ എൻ്റെ കുഞ്ഞല്ല. അങ്ങനെ അവർ പശുവിൻ്റെ അടുത്തെത്തി. നിങ്ങളാണോ എൻ്റെ അമ്മ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. പശു പറയാണ്, എനിക്കാകെ ഒരു കുഞ്ഞേ ഉള്ളൂ, നീ എൻ്റെ കുഞ്ഞല്ല. കണ്ടോ, 1 ഇവിടെ സൈഡിൽ എഴുതിയിരിക്കണ കണ്ടോ? 1 കണ്ടില്ലേ? ഇത് ഇവിടെ 2, ഇതെല്ലാം നോട്ട് ചെയ്യണേ. ഇനിയോ, വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും, പട്ടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിങ്ങൾ എൻ്റെ അമ്മയാണോ? തിത്തിരി ചോദിച്ചു. അപ്പം എന്താ പറയുന്നത്? എനിക്ക് 5 മക്കൾ, നോക്കൂ, നിന്നെ പോലെയാണോ? കണ്ടോ, 5 ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? നന്നായി ശ്രദ്ധിച്ച് ഇതെല്ലാം 1, 2, 5 ഇതെല്ലാം പഠിക്കണം കേട്ടോ. അപ്പോൾ പട്ടിയും എന്തു പറഞ്ഞു? നിന്റെ അമ്മ ഞാനല്ല എന്ന് പറഞ്ഞു. ഇനിയോ, ഇനി എന്ത് ചെയ്യും? അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. അങ്ങനെ കോഴിയുടെ അടുത്തും ചെന്നു. ഇത് നിന്റെ കുഞ്ഞാണോ? ഇമ ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞത്? എനിക്ക് 4 പേർ, ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ. എനിക്ക് 4 കുട്ടികളാണ്, ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ, അതുകൊണ്ട് ഇതെൻ്റെ കുഞ്ഞല്ല. അവർ കാക്കക്കൂടിനടുത്തെത്തി. അങ്ങനെ കാക്കയുടെ അടുത്തെത്തി. അപ്പോഴോ, ഈ കുഞ്ഞ് നിൻ്റെയാണോ? ഇമ ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞ്? എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. മുട്ടയ്ക്ക് അട ഇരിക്കുകയാണ് കാക്ക. കാക്ക എന്താ പറഞ്ഞ? മുട്ടകളൊന്നും വിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുഞ്ഞായില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ അവർക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയോ, ഇവിടെ ഇനി എന്താ കാണുന്നത്? 4 എന്നെഴുതിയത് കണ്ടു, 3 എന്നെഴുതിയതും കണ്ടു. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പേജിൽ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി എഴുതൂ. ഓരോന്നും എണ്ണി എഴുതാനാണ് പറയുന്നത്. അവിടെ തന്നെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനു മുകളിലൂടെ നിങ്ങൾ പെൻസിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വളരെ വ്യക്തമായി എഴുതിയാൽ മതി കേട്ടോ. 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുകളിലൂടെ 1. ഇവിടെയോ, താറാവ് കുഞ്ഞുങ്ങൾ എത്രയാണ്? 4 അല്ലേ? 1, 2, 3, 4 4 എന്ന് എഴുതുക. പിന്നെയോ, പട്ടി കുഞ്ഞുങ്ങൾ എത്രയാണ്? 1, 2, 3, 4, 5 5 ഉണ്ട്. അവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി പൂച്ച കുഞ്ഞുങ്ങളോ? 1, 2 2. ഇനി കാക്ക കുഞ്ഞുങ്ങളോ? 1, 2, 3 3 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം അത് നേരെ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതിയിട്ടുള്ളതാണ് താഴെ. 1, 2, 3, 4, 5. ഇനി നിങ്ങളും അതേപോലെ താഴെ കാണുന്ന ഈ ബോക്സിൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ എഴുതി വെക്കണം. 2, 3, 4, 5. ആദ്യം നിങ്ങൾ ഈ ഡോട്ടിട്ട് അതിന് മുകളിലൂടെ എഴുതി വൃത്തിയായി എഴുതുക. അതിന് ശേഷം നിങ്ങൾ നേരെ എഴുതുക. എന്നിട്ട് ഒരു സ്ലേറ്റിലോ നോട്ട്ബുക്കോ എടുത്ത് വളരെ നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അങ്ങനെ അമലിനും ഇമയ്ക്കും തിത്തിരിക്ക് അമ്മയെ കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുകയാണ്. ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. അവർ പാടി. അങ്ങനെ അവൾക്ക് ചിത്രപുസ്തകമൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരൊരു പാട്ട് പാടി. ആ പാട്ട് നമുക്കും പാടാം. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, നമുക്കും സംഖ്യ പഠിക്കാം ഈ പാട്ടിലൂടെ. ഒന്ന് പാടിയാലോ? 1 താളിൽ എന്തുണ്ട്? 1 താളിൽ ഒരു പൂച്ച, 1 1 1. ഒന്നുകൂടി പറയാം. 1 താളിൽ എന്തുണ്ട്? 1 താളിൽ ഒരു പൂച്ച, 1 1 1. 2 താളിൽ എന്തുണ്ട്? 2 താളിൽ 2 കിളി, 2 2 2. 2 താളിൽ എന്തുണ്ട്? 2 താളിൽ 2 കിളി, 2 2 2. 3 താളിൽ എന്തുണ്ട്? 3 താളിൽ 3 തത്ത, 3 3 3. 3 താളിൽ എന്തുണ്ട്? 3 താളിൽ 3 തത്ത, 3 3 3. 4 താളിൽ എന്തുണ്ട്? 4 താളിൽ 4 മൂങ്ങ, 4 4 4. 4 താളിൽ എന്തുണ്ട്? 4 താളിൽ 4 മൂങ്ങ, 4 4 4. 5 താളിൽ എന്തുണ്ട്? 5 താളിൽ 5 മാങ്ങ, 5 5 5. 5 താളിൽ എന്തുണ്ട്? 5 താളിൽ 5 മാങ്ങ, 5 5 5.
ഇനി ഇത് നമ്മൾ 5 വരെ നന്നായി വീണ്ടും എഴുതാൻ പഠിച്ചല്ലോ അല്ലേ? 5 വരെ എഴുതാൻ പഠിച്ചതിന് ശേഷം നമുക്ക് വിരൽ വെച്ച് ചിത്രങ്ങൾ വരയ്ക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ വിരൽ ഇങ്ങനെ കൈ നേരെ വെക്കുക, എന്നിട്ട് കണ്ണും കാലും ഒക്കെ വരച്ച് ചിത്രങ്ങൾ വരയ്ക്കുക. അതേപോലെ ഇവിടെയുമൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കൈ വയ്ക്കുക, എന്നിട്ട് ചായത്തിൽ മുക്കി കൈ വെച്ചിട്ട് ഓരോ ചിത്രങ്ങളുണ്ടാക്കി വരയ്ക്കുക. നിങ്ങൾക്ക് കഴിയില്ലേ? വളരെ രസകരമാണല്ലേ? നല്ല രസമായിട്ട് ചെയ്യണേ. ഇനി അടുത്തത് എന്താ പറയുന്നത്? പുഴുവിനെ വരയ്ക്കാം. 5 വരെ എണ്ണം ക്രമമായി എഴുതാം. പുഴുവിനെ വരച്ചുകൊണ്ട് 5 വരെ ഇങ്ങനെ കറക്റ്റായിട്ട് പുഴുവിനെ വരച്ച് എഴുതുക. താഴെ ഇങ്ങനെ പുഴുവിനെ നിങ്ങൾ വളരെ നന്നായി വരച്ച് 2, 3, 4, 5 ഇവിടെയൊക്കെ പുഴുവേണേ. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ 2, 3, 4, 5 അങ്ങനെ എഴുതി വരച്ച് എഴുതണേ. നിങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുമല്ലോ അല്ലേ? ഇനി നോക്കൂ, പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലേ? കാരണം നോക്കൂ, താറാവുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ട്, കോഴിയുണ്ട്, കോഴിയമ്മയും മക്കളുമുണ്ട്, കുറേ പൂക്കളുണ്ട്, അമലുണ്ട്, ഇമയുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് പറഞ്ഞാലോ? താറാവും 5 കുഞ്ഞുങ്ങളും ഉണ്ട് അതിനകത്തല്ലേ? പിന്നെയോ കോഴിയും എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4 കുഞ്ഞുങ്ങളും, കോഴി 4 കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? ഇനി നമുക്ക് താഴെ പറയുന്നത് ഒന്ന് നോക്കാം. കൂട്ടം കൂട്ടിയാൽ. ഒന്ന് നോക്കൂ, ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. ഈ ചിത്രം നോക്കിയിട്ട് ഇവിടെ താഴെ കാണുന്ന ഓരോന്നിനും നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ? അമ്മ താറാവിൻ്റെ മുന്നിൽ ഒരു ചതുരമാണ്. എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, എത്ര കുഞ്ഞാണുള്ളതെന്ന് നിങ്ങളിവിടെ എഴുതണം. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്രയാണ് കുഞ്ഞുള്ളത്? അമ്മ താറാവിൻ്റെ മുന്നിൽ ഒന്ന് നോക്കൂ. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണ്? ഇതാ 2 കുഞ്ഞുങ്ങൾ അല്ലേ? അപ്പം നിങ്ങളിവിടെ 2 എന്ന് എഴുതണം. ഇനിയോ പിന്നിൽ എത്ര കുഞ്ഞുങ്ങളാ? 3 അല്ലേ? പിന്നിൽ അല്ലേ? പിന്നിൽ ഇതാണ്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളാണ്? 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിവിടെ 3 എന്ന് എഴുതണം. അങ്ങനെയെങ്കിൽ 2ഉം 3ഉം എത്രയാണ്? 5ആണ്. 2ഉം 3ഉം തമ്മിൽ അല്ലേ? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. 2ഉം 3ഉം എത്രയാണ്? 5ആണ്. നമുക്ക് കിട്ടി. ഇനി അടുത്തതോ? 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി, 1 പിന്നിലായി. കണ്ടോ? നോക്കൂ, ഇവിടെയാണ് അതുള്ളത്. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. ഇവിടെ കണ്ടില്ലേ? ഈ ചിത്രത്തിൽ കാണാം 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. അപ്പോഴെന്തായി? ഒരു കുഞ്ഞ് മാത്രം പിന്നിലായി. അങ്ങനെയെങ്കിൽ മുന്നിൽ എത്ര എണ്ണമുണ്ട്? മുന്നിൽ എത്ര എണ്ണമാണ്? മുന്നിൽ 2 കുഞ്ഞ് തന്നെ. ഒപ്പം എത്ര കുഞ്ഞായി? ഒപ്പം 2 കുഞ്ഞ് തന്നെ. പിന്നിൽ എത്ര കുഞ്ഞാണ്? 1 കുഞ്ഞാണ് പിന്നിലുള്ളത്. അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ? എങ്ങനെ കൂട്ടാം? മുന്നിലുള്ള 2, ഒപ്പമുള്ള 2, പിന്നിലുള്ള 1 എല്ലാം കൂടി കൂട്ടിയാലും എത്ര തന്നെ? 1, 2, 3, 4, 5. ചിത്രത്തിൽ നോക്കി എണ്ണിയാൽ നമുക്കറിയാം എത്രയാണ്? 5 തന്നെയാണ് ഉത്തരം. ഇനിയോ? അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന ഈ 2 കുഞ്ഞുങ്ങളില്ലേ? ഇവിടെ നമ്മൾ കണ്ടല്ലോ, അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്ന ഈ 2 കുഞ്ഞുങ്ങളും മുന്നിലെത്തി. അമ്മത്താറാവിൻ്റെ മുന്നിലെത്തി. അങ്ങനെയെങ്കിൽ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളായിപ്പോൾ? 4 കുഞ്ഞുങ്ങളായല്ലേ? ആദ്യത്തെ 2 ഇവരും കൂടി മുന്നിലെത്തിയപ്പോൾ 4 കുഞ്ഞുങ്ങളായി. പിന്നിൽ ഒരൊറ്റ കുഞ്ഞ് മാത്രം, 1 കുഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇവിടെ 4ഉം 1ഉം ചേർന്നാലും എത്ര തന്നെയാണ്? 5 കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ? ഇതിങ്ങനെ വൃത്തിയിൽ എഴുതി മനസ്സിലാക്കണേ. ഇനി അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. അങ്ങനെ അവർ പൂന്തോട്ടത്തിലേക്ക് നടന്നു. അവിടെയോ? അവിടെ ഒരുപാട് പൂക്കൾ കാണാനുണ്ടല്ലേ? നോക്കൂ. ഇതെന്താണ്? ഈ പൂ നീല കളറിലുള്ള ഒരു പൂവാണ്. ശംഖുപുഷ്പം പോലെ ഉണ്ടല്ലേ? നല്ല ശംഖുപുഷ്പമാണ് ഇത്. ഈ നീല കളറുള്ള ഈ പൂ ശംഖുപുഷ്പമാണ്. അങ്ങനെയെങ്കിൽ ശംഖുപുഷ്പം എത്ര എണ്ണം ഉണ്ട്? എണ്ണാം എഴുതാം. നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4. ശംഖുപുഷ്പം
4. ഇനിയോ താമരയാണ്. വെള്ളത്തിൽ എത്ര താമരയുണ്ട്? 1, 2, 3, 4, 5. എത്ര താമരയുണ്ട്? 5 താമരയുണ്ട് അല്ലേ? ഇനി നോക്കൂ. ഇനിയോ ചെമ്പരത്തി. ചെമ്പരത്തി എത്ര എണ്ണ ഉള്ളത്? 1. ചെമ്പരത്തി ഒന്നല്ലേ ഉള്ളൂ. ഇനിയോ ജമന്തി അല്ലേ? ജമന്തിപ്പൂ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1, 2. 2 ജമന്തിപ്പൂവാണുള്ളത്. ഇനിയോ മഞ്ഞ കളറിൽ മുക്കുറ്റി അല്ലേ? മുക്കുറ്റി എത്ര എണ്ണമാണുള്ളത്? 1, 2, 3. 3 മുക്കുറ്റിയാണുള്ളത്. ഇനി നമുക്ക് പാടി രസിക്കാം. എത്ര എണ്ണം ഉണ്ട്? ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. 1 എഴുതൂ. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. അങ്ങനെ അമലും ഇമയും തിത്തിരിയും കൂടി പൂന്തോട്ടത്തിലെത്തി. അവിടെയോ ഒരുപാട് പൂക്കൾ കാണാമല്ലേ? ഇനി നമുക്ക് ആ പൂക്കളെല്ലാം എണ്ണി എഴുതാം. അതാണ് ഇവിടെ താഴെ എണ്ണാം എഴുതാം. നമുക്കൊന്ന് എണ്ണി എഴുതാം. എന്താണ്? ആദ്യത്തെ പൂവ് ഏതാണിത്? ശംഖുപുഷ്പം. ശംഖുപുഷ്പം എത്ര എണ്ണാണുള്ളത്? 1, 2, 3, 4. ശംഖുപുഷ്പം 4ആണുള്ളത്. ഇനിയോ വെള്ള കളറിൽ എന്താണ്? വെള്ളത്തിൽ വെള്ളാമ്പലാണല്ലേ? വെള്ളാമ്പൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. വെള്ളാമ്പൽ 5ആണുള്ളത്. പിന്നെയോ ചെമ്പരത്തി. ചെമ്പരത്തി എത്ര എണ്ണ? 1ആണുള്ളത് അല്ലേ? പിന്നെയോ ഓറഞ്ച് നിറത്തിൽ എന്താ നിൽക്കുന്നത്? ചെണ്ടുമല്ലിയാണല്ലേ? ചെണ്ടുമല്ലി എത്ര എണ്ണം ഉണ്ട്? 1, 2. ചെണ്ടുമല്ലി 2ആണുള്ളത്. പിന്നെ ആരാണ്? മുക്കുറ്റി പൂവാണ്. മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റി. എത്ര എണ്ണ ഉള്ളത്? 1, 2, 3. 3 മുക്കുറ്റി പൂവുമാണ് ഉള്ളത് അല്ലേ? ഇതെല്ലാം എഴുതി വെക്കണേ. 3 മുക്കുറ്റിയാണുള്ളത്. ഇനി നമുക്ക് പാടാം അല്ലേ? പാടി രസിക്കാം. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. എഴുതൂ 1. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. ഇനി ഇതെല്ലാവരും നന്നായി പാടി പഠിക്കണേ. ഇനി കളിക്കൂട്ടുകാരെല്ലാം എത്തി. അങ്ങനെ അടുത്തത് അതാണ് പറയുന്നത്. കളിക്കൂട്ടുകാർ റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ കളിക്കാനുള്ള കൂട്ടുകാർ വരികയാണ്. ആരൊക്കെയാണ് വരുന്നത്? റയാനും ആവണിയുമാണ് വരുന്നത്. അപ്പോൾ അമലും ഇമയും കൂടി പറയാണ് തിത്തിരിയെ അവർക്കും കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ തിത്തിരിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ടു നോക്കട്ടെ. അങ്ങനെ റയാന് കാണാൻ കഴിയില്ല. അപ്പോൾ അവൻ എന്താണ്? തൊട്ടു നോക്കുകയാണ് ആവണിയെ. അപ്പോഴെന്താ പറയുന്നത്? അവൻ തിത്തിരിയെ ഇനി കളിക്കൂട്ടുകാർ എത്തി. റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇമ പറയുകയാണ് നമുക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ തിത്തിരി കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ടു നോക്കട്ടെ. അപ്പോൾ റയാന് കാണാൻ കഴിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? തിത്തിരിയെ തൊട്ടു നോക്കുകയാണ് ഒന്ന്. എന്നിട്ട് പറയാണ് അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. നല്ല മിനുസം. റയാൻ പറഞ്ഞു. തൊട്ടപ്പോൾ എന്താ പറഞ്ഞത്? നല്ല മിനുസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുഞ്ഞു കിളികളെ തൊടുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? നല്ല മിനുസം ഉണ്ടാവാറുണ്ടല്ലേ? നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ? പിന്നെ അതെല്ലാം കഴിഞ്ഞ് അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. അങ്ങനെ അവർ കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടുവന്നു. എന്നിട്ടോ ഒരേപോലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം അവർ ഇങ്ങനെ കൂട്ടം കൂട്ടമാക്കി വെച്ചു. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ്? എണ്ണി എഴുതൂ. അതിനകത്ത് നോക്കിയിട്ട് എണ്ണി എഴുതണം. ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത്. ഏതൊക്കെയാണ്?
പമ്പരമുണ്ട്. പമ്പരം എത്ര എണ്ണമാണ് ഇതിനകത്തുള്ളത്? എണ്ണി നോക്കൂ. പമ്പരമുള്ളത് 2 പമ്പരം. ഇനിയോ കളിവണ്ടി എത്ര എണ്ണമാണുള്ളത്? അതും 2. ചെണ്ടയോ ഒരേ ഒരു ചെണ്ട മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെയോ വിസിൽ എത്ര എണ്ണമാണുള്ളത്? എത്ര വിസിലുണ്ട്? ഇവിടെ 3, അവിടെ 2, അപ്പം അങ്ങനെ 5 വിസിലുണ്ട്. ബാറ്റോ എത്ര ബാറ്റുണ്ട്? എണ്ണി നോക്കൂ. ബാറ്റ് 2 എണ്ണാണുള്ളതല്ലേ? ഇനിയോ റോബോട്ട് 2, പന്ത് 3. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടം? ഏത് കളിപ്പാട്ടമാണ് എണ്ണാത്തത്? പാവയാണല്ലേ. നമ്മളെ എണ്ണാത്തത് ഏതാണ്? പാവയാണ്. എത്ര എണ്ണമുണ്ട് പാവ? 4 എണ്ണം. പാവ 4 എണ്ണം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത് എന്ന് നിങ്ങൾ ടീച്ചറോട് പറഞ്ഞ് എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത് എന്ന് ചെക്ക് ചെയ്യണേ. തൊട്ടു നോക്കി എഴുതാം. 1 എന്ന് എങ്ങനെ എഴുതും? അതിനൊരു പാട്ടുണ്ട്. എങ്ങനെയാണ് ആ പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ? ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഒന്നുകൂടി പാടാം. ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. കുഞ്ഞുണ്ണി എഴുതിയതാണ്. മനസ്സിലായോ ഒന്നെന്നെങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന്? ഒന്നെന്നിങ്ങനെ എഴുതാം. അപ്പോൾ പറയാണ് ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഇനിയോ 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. ഇമേ ഇപ്പോൾ മനസ്സിലായി. റയാൻ മണൽ കടലാസിലൂടെ വിരലോടിച്ചു, എന്നിട്ട് 2 എന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായത് നോക്കാം. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്നു നോക്കി. മോളെ, ഇതാ നിന്റെ അമ്മ. അമ്മേ. അപ്പോഴാണ് പുറത്തുനിന്നൊരു കിളിയുടെ സൗണ്ട് കേട്ട് കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് വന്ന് നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മയാണെന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ആരാണ്? അമലും ഇമയും പറയാണ്, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മോളേന്ന് ഉറക്കെ വിളിക്കുകയാണ് കിളി കേട്ടോ, പുറത്തിരുന്നിട്ട്. അങ്ങനെ അവർക്ക് പരസ്പരം കണ്ടുമുട്ടി. തിത്തിരി കിളി മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം ട്ടോ, ടാറ്റ, നാളെ വരാം എന്നും പറഞ്ഞുകൊണ്ട് തിത്തിരി ആരുടെ കൂടെ പോയി? അമ്മയുടെ കൂടെ പോയി. പക്ഷേ അവൾ അമലിനോടും ഇമയോടുമെല്ലാം നല്ല കൂട്ടായി അപ്പോഴേക്കും. ഇനിയോ ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ. ഓരോ പൂവിലും എത്ര സംഖ്യകൾ എഴുതിയിട്ടുണ്ട്? ഇതിനകത്ത് എഴുതിയ സംഖ്യകളൊന്ന് നോക്കൂ. അതായത് കണ്ടോ, ഇതിനകത്ത് 2, 5, 4, 3 അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണം? ഈ സംഖ്യകൾ നോക്കിയതിന് ശേഷം അത്രയും എണ്ണം ഇലകൾ വരയ്ക്കുക. ഇവിടെ 2 എന്നാണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ 2 ഇലകളാണുള്ളത്. ഇനിയോ ഇവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിവിടെ 5 ഇലകൾ വരയ്ക്കണം. ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്, 4 ഇലകൾ വരയ്ക്കണം. ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ട്, 3 ഇലകൾ വരയ്ക്കണം. അങ്ങനെ എത്രയാണോ എഴുതിയിട്ടുള്ളത് അത്രയും തന്നെ ഇലകൾ നിങ്ങൾ വരയ്ക്കണം. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ഇലകൾ വരച്ച് ചേർക്കണം കേട്ടോ. 3-ന് 3 എന്നും 5-ന് 5 എന്നും 4-ന് 4 ഇലകളും നിങ്ങൾ വരച്ച് ചേർക്കണേ. വളരെ ഭംഗിയായി വരയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്?
ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കൂ. ഈ ഓരോ കൂട്ടങ്ങളും നിങ്ങൾ ആദ്യം എണ്ണി നോക്കുക. ഓരോ കൂട്ടത്തിലും ആദ്യത്തെ കൂട്ടത്തിൽ എത്ര എണ്ണമുണ്ട്? 1 2 3 4 4 ഉണ്ട്. രണ്ടാമത്തെ കൂട്ടത്തിലോ 1 2 3 4 5 എണ്ണമുണ്ട്. ഇനി ഈ കൂട്ടത്തിലോ 1 2 3 4 4 ഉള്ളൂ. അപ്പോൾ ഒരേപോലെ ഈ കൂട്ടവും എത്രയാണ്? 4 കൂട്ടങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഇവയെ തമ്മിൽ വരച്ച് യോജിപ്പിക്കണം. ഇത് തമ്മിലാണ് 4 ഉള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരേ കൂട്ടങ്ങളുള്ള വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിലും 4 ഇതിലും 4 ഉള്ളത്. അവയെ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. ഇനിയോ നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. അതായത് ഒരെണ്ണം മാത്രം ഏതാ? ഇതാ 1 ഈ കളറാണ്. ഇവിടെ ഇതേ കളറിൽ ഈ കിളിക്ക് നിങ്ങൾ കളർ കൊടുക്കണം. ഇനി 2 നിങ്ങൾ ഏത് കളറാണ് കൊടുക്കണ്ടേ? 2 പച്ചയാണല്ലേ. പച്ച നിറം വേണം ഈ 2 കിളികൾക്കും കൊടുക്കാം. ഇവർക്കോ 3 ഇതാണ്. ഈ 3 നമ്മൾ ചുവപ്പ് നിറം കൊടുക്കണം. 4 ഇതാ ഈ നീല നിറമാണ് 4 കിളികൾക്ക് കൊടുക്കേണ്ടത്. ഇനിയോ ഈ 5 കിളികൾക്കോ ഇതാ ഈ നീല ആകാശനീല പോലത്തെ ഈ കളറാണ് നിങ്ങൾ ഈ 5 കിളികൾക്കും നിങ്ങൾ നൽകേണ്ടത്. ഒന്ന് നിറം കൊടുക്കില്ലേ? നിങ്ങൾ ഇങ്ങനെയാണോ അവയ്ക്ക് നിറം കൊടുത്തിട്ടുള്ളത്? അല്ലേ? വളരെ ഭംഗിയായി നിറം കൊടുക്കണേ. ഇനിയോ താഴെ കൊടുത്ത ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഏത് നിറമാണ് കൂടുതൽ? ഇതിലേത് നിറമാണ് കൂടുതലുള്ളത്? ഏതാണ്? നീല അല്ലേ. നീല നിറമാണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയാണ് നീല നിറം? ഇതാ ഇവയല്ലേ നീല നിറം? 5. ഇനി വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതും. നേരത്തെ നമ്മൾ 1 2 3 4 5 എന്ന് എഴുതി, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാൻ. അതായത് ഇത് എങ്ങനെയാണ്? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്കാണ്. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇങ്ങോട്ട് എഴുതുക. അതായത് 5 4 3 2 1 എന്നെഴുതുക. നിങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് താഴേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും എല്ലാം എന്താണ് ചെയ്യണം? എഴുതാൻ പഠിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് വളരെ നന്നായി കണക്ക് അക്കങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാഠം കഴിയുമ്പോഴേക്കും 1 മുതൽ 5 വരെ വളരെ നന്നായി നിങ്ങൾ എഴുതാൻ പഠിക്കണം. ഒരു നോട്ട്ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ലേറ്റോ എടുത്ത് നിങ്ങൾ നന്നായി 1 മുതൽ 5 വരെ താഴെ എഴുതി നന്നായി പഠിക്കണം കേട്ടോ. ഈ ഒരു പാഠം കഴിയുമ്പോഴേക്കും എങ്ങനെ ചോദിച്ചാലും 5 വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം.